ഹലോ. പതിവില്ലാതെ എന്താ ഒരു വീഡിയോ എന്നല്ലേ വ്ളോഗൊക്കെ, ഞാനും അത് തന്നെ ആലോചിക്കണം എന്ത് പറ്റി പതിവില്ലാതെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇന്ന് ഈവനിങ് ഞാനിപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വന്നേയുള്ളൂ. അപ്പം ഞാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ വർത്താനം പറയണം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ, ഞാൻ വർത്താനം പറയുന്നത് കേൾക്കാം. എനിവേസ്, ഞാൻ ഓഫീസിൽ പോയപ്പോൾ ഒരു 2 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ അങ്ങ് സ്റ്റക്കായിപ്പോയി, സത്യം പറയാലോ. അത് കഴിഞ്ഞ് വർക്കും കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം, ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ പൂനെയിലേക്ക് വന്നതാണ്. ഇവിടെ എനിക്ക് ആക്ച്വലി ഒരു ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഓഫീസിലും എൻ്റെ ടീമിലും ആകെ 2 പേര് എന്താണ്ടുള്ളൂ. അപ്പം എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാനൊരു കമ്പനി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരോടും ഞാനങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേറെ ഒരാളുടെ കൂടെ പോയി. അപ്പോൾ അതിപ്പോൾ എപ്പോഴും ഫുഡ് കഴിച്ചേ, ഇപ്പോൾ നൈറ്റ് വൈകുന്നേരം. അപ്പോൾ ഞാൻ അങ്ങനെ ഷോ കഴിച്ച് കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് ക്യാബിൽ ബുക്ക് ചെയ്ത ക്യാബിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും. ഐ മീൻ ഓഫീസിൽ ബാംഗ്ലൂർ ഓഫീസിൽ ഇപ്പോൾ ഒരു 2 കൊല്ലമായല്ലോ. അപ്പോൾ അവിടെ തന്നെ ഇപ്പം ടീമിൽ ഒരാൾ ഫുഡ് കഴിക്കാനില്ലാന്നുണ്ടെങ്കിൽ അടുത്ത ആൾ വരും. ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, എപ്പോൾ വേണമെങ്കിൽ പോവാം. ആ ഓഫീസിൽ കുറച്ചും കൂടി ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആകെയുള്ള ഒരു ഓപ്ഷൻ, ആകെ 3 കടയുണ്ട് ഓഫീസിനകത്ത്. അതും അത്ര വലിയ പോരാത്തൊരു ശോകാവസ്ഥയാണ് മൊത്തത്തിൽ. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അപ്പം മോനും ആണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ നൈറ്റ് വരും. അപ്പോൾ ചിലവരങ്ങനെ രാവിലെ പോയി ഹസ്ബൻഡ് നൈറ്റ് വരുന്ന അല്ലെങ്കിൽ പാർട്ട്ണർ വരുന്ന അങ്ങനെ ഷോ അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അന്നൊന്നും അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അവരുടെ ഒക്കെ ഒരു കഷ്ടപ്പാട്. കാരണം എനിക്കും ഏതാണ്ട് വർക്ക് ഫ്രം ഹോം ആണ്. ആഴ്ചയിൽ 2 ദിവസം പോയാൽ മതി. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ സംസാരിക്കാൻ ആളില്ലാതെ. പുറത്ത് പോകേണ്ട ആ ഒരു കംഫോർട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിവേസ്, അപ്പോൾ ഞാൻ വിചാരിച്ചു നിർത്തി വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു വീഡിയോ ഇടലുണ്ട്. യൂട്യൂബിലാണ് ഞാൻ തീരെ അങ്ങോട്ട് ആക്റ്റീവ് അല്ലാണ്ടങ്ങ് പച്ച ഷോറായിട്ട് പോയത്. ഹോം ടൂർ ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല. ഞാൻ പറഞ്ഞാണ് പൂനെ ഒന്ന് കാണിക്കാം, ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിക്കാം, ഇൻസ്റ്റഗ്രാമിൽ ഇടാന്നൊക്കെ. ആസ് യൂഷ്വൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് യൂട്യൂബിൽ വ്ളോഗ് ഞാൻ എടുത്തു, അടിപൊളിയായിട്ട് എടുത്തു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ആകെ വീട് മൊത്തം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ചുറ്റുപാട് സെറ്റായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം അതെൻ്റെ മെൻ്റലിയും അതെന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ വീട് ഫുള്ള് സെറ്റ് ചെയ്യായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചു. ഈ ഹെയർ സീറം ഞാൻ ഞങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ട്രെസമിയുടെ അടിപൊളി സീറമാണ്. ഐ മീൻ സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ എനിക്കിഷ്ടമല്ല. പക്ഷെ സ്റ്റിൽ ഞാനിത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വർക്ക് ആവുന്നുണ്ട്. കാരണം കുറച്ചൊന്ന് ഫ്രിസിനെസ്സിനൊക്കെ ഇപ്പം കോംബ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പാണ്. കാരണം ഞാൻ മുന്നേ ബേബി ഓയിൽ യൂസ് ചെയ്യാൻ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. കാരണം ഇനി മുതൽ നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ. എനിവേസ്, അപ്പോൾ പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ചുമ്മാ ഞാൻ പറയുന്ന ഇതാ ഹെയർ ഭയങ്കരമായിട്ടൊന്ന് ഷൈനാവും. അപ്പം മിക്കപ്പോഴും ഞാൻ പറഞ്ഞു 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ആ സമയം ഞാൻ കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീൻ ആക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് ഉള്ള സമയത്ത് ഞാൻ ബിഗ് ബോസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കുമായിരുന്നു. കാരണം ഒറ്റയ്ക്കല്ലേ, അവിടെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇവിടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ബിഗ് ബോസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞാനിങ്ങനെ കുക്ക് ചെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചു, എന്തിനാ ഞാൻ വെറുതെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? എനിക്കിഷ്ടമുള്ള വേറൊരു കാര്യം ഇവിടെ ഉണ്ടല്ലോ, വിച്ച് ഐ ഹാവ് ഡൺ ഇൻ എ വെരി ലോങ് ടൈം. അപ്പോഴാണ് ഞാൻ ഇന്ന് വിചാരിച്ചത്, യെസ് വി ക്യാൻ ഡു ഇറ്റ്. പൂനെ എങ്ങനെ ഉണ്ട് എന്ന് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഐ സ്റ്റിൽ ലവ് ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂർ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. കുറച്ചൊന്നല്ലോ, കുറച്ചധികം. മേ ബി ഇവിടെ ഇപ്പോൾ ഫ്രണ്ട്സ് ഒന്നും ആവാത്തായിരിക്കും. സോ ഇഫ് യു ക്യാൻ സീ, ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. യെസ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എനിക്ക് കേൾക്കാം, അയ്യോ ഒരുപാട് കുരു വന്നല്ലോ. യെസ്, ഇത് തന്നെയാണ് എന്നും രാവിലെ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ. മാറും, ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഞാനൊന്നും കാര്യമായിട്ട് വേറെ ഒന്നും തയ്ക്കുന്നില്ല. ഇനിയിപ്പം എൻ്റെ അമ്മ ഈ വീഡിയോ എങ്ങാനും കണ്ടൊക്കെ മുഖത്ത് തേച്ചിട്ടാ എന്ന് പറയാനാണെങ്കിൽ ഞാനൊന്നും തേച്ചിട്ടില്ല അമ്മ, സത്യമായിട്ടും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സോ അതൊന്ന് ഉണങ്ങുന്ന വരെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോയി.
കുളി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് മോനുവിൻ്റെ ഒരു പഴയ ടീഷർട്ടാണ്. എന്തോ എനിക്കിത് കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും മോന് എത്തി എന്തായാലും ഓഫീസിൽ നിന്ന്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ബെഡൊന്ന് വൃത്തിയാക്കാം. കാരണം ഓഫീസിൽ പോകുന്ന ദിവസം അറിയാമല്ലോ, നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ആകെപ്പാടെ കച്ചറയായി, ആ ഡ്രസ്സ് ട്രൈ ചെയ്ത് ഈ ഡ്രസ്സ് ട്രൈ ചെയ്തെല്ലാം ബെഡിലായിരിക്കും. അപ്പോൾ ഇതൊന്ന് വേഗം എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തുണി കഴുകാനിട്ടു. ഇനി അന്നത്തെ തുണി തോരടൽ ഡ്യൂട്ടി മോനുവിനാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ ഞാനത് തുറന്നിട്ടില്ല. അത് ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ വേസിൻ്റെ ഒരു സെറ്റപ്പാണ് സാധനം. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് ഫിറ്റ് ചെയ്തു എല്ലാം. അതിൻ്റെ കൂടെ സാധാരണ ഞാൻ വിചാരിച്ചൊരു പോട്ട് ഉണ്ടാവും, പക്ഷെ അത് വന്നില്ല. അത് ആക്ച്വലി 200 or 300 rupees, നോ സോറി 189 rupees ഉള്ളൂ. ഭയങ്കര അഫോർഡബിളായ, പക്ഷേ ഇറ്റ്സ് നൈസ്. ഇത് കഴിഞ്ഞ് ഒരു ലോഡ് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം മടക്കി വെച്ച് ഉറങ്ങാൻ പോവാ. Love you.